വീടിന്റെ ഷെയർ എടുക്കുക. അല്ല, ഈ വീട് മേടിക്കാനുള്ള ആൾക്കാരെ ഞാൻ തന്നെ ഏർപ്പാട് ചെയ്യണം. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഓടിപ്പോയി കിടക്കണം. ഇതിന് റോഡിൽ പോയി കിടക്കണേ. ഇതിന് ഷെയർ ഇട്ടുമ്പോൾ കാശ് കിട്ടില്ലേ? ആ കാശ് കൊണ്ട് വേറെ എവിടെയെങ്കിലും മാറി താമസിക്കണം. അല്ലെങ്കിൽ ആ കാശോട് വല്ല ബാങ്കിൽ ഇട്ടിട്ട് അതിന്റെ പലിശ കൊണ്ട് പടവ് ചോദിക്കാം. തട്ടിത്തരികടോ, അങ്ങനെ വരട്ടെ. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലാവണത്. ഭാര്യയും ഭർത്താവിനുള്ള പ്ലാൻ അല്ലേ? ഇത് തന്റെ മാസ്റ്റർ മൈൻഡ് അല്ലോ, തന്റെ മാസ്റ്റർ മൈൻഡ് അല്ലേ? നൈസിൽ ഇവിടുന്ന് കാശ് മേടിക്കുന്നു, അവിടുന്ന് കാശ് മേടിക്കുന്നു, അവിടെ പോകുന്നു, 30 സെന്റ് വീട് വെക്കുന്നു, അങ്ങ് താമസിക്കുന്നു. അപ്പൊ നിങ്ങൾ അങ്ങ് സേഫ്, നമ്മളൊക്കെ വയ്യാതാരം. ഞാനാണല്ലോ ഇവിടുത്തെ പ്രശ്നക്കാരി. ഈ വീട് വെച്ചിട്ട് എന്റെ ഷെയർ എഴുതിത്താ. ഞാൻ ഇവിടുത്തെ അപ്പ സ്ഥലം വിട്ടോ. നിന്റെ ഷെയർ പക്ഷെ നിന്റെ പേര് തരത്തില്ല. കല്ലുമോളുടെ പേരിൽ ബാങ്കിലിടും. കല്ലുമോൾക്ക് 18 വയസ്സ് കഴിയാതെ അതിൽ തൊടാൻ പറ്റത്തില്ല നിനക്ക്. അതിനുള്ള കുറിപ്പൊക്കെ ഞാൻ ഒപ്പിച്ചു. എന്നെ ഒരു വിധത്തിലും ജയിക്കാൻ സമ്മതിക്കില്ല അല്ലേ? നിങ്ങളോടൊക്കെ നിങ്ങളോടൊക്കെ ദൈവം ചോദിച്ചു നോക്കിക്കോ. നിങ്ങൾ നോക്കരുത്. തോൽവിയേറ്റ് മേടിക്കാനേ ലച്ചുവിന്റെ ജീവിതം ഇനി ബാക്കിയാണ്.